ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോറൽ സ്റ്റിച്ചാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി താഴെ നിന്നും ഇതുപോലെ നീഡിൽ പാസ് ചെയ്തെടുക്കുക. അതിനുശേഷം എത്ര ലെങ്ത്തിലാണോ വേണ്ടത് ആ ഒരു ഡിസ്റ്റൻസിനനുസരിച്ച് ലൈനിൻ്റെ തൊട്ട് താഴെ നിന്നും തൊട്ട് മീതേക്ക് കേട്ടോ, തൊട്ട് താഴെ നിന്നും തൊട്ട് മീതേക്ക് എടുത്ത് ഇതേപോലെ കാണുന്നത് പോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇത് ഇങ്ങനെ നേരിട്ടിട്ടല്ല കേട്ടോ, ഇതേപോലെ നീഡിലിൻ്റെ താഴെ നിന്നൂടെയാണ് നമ്മൾ ട്വിസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് വലിക്കുമ്പോൾ തള്ളവിരൽ കൊണ്ടൊന്നും അങ്ങനെ അമർത്തി പിടിച്ചോളൂ കേട്ടോ. അപ്പോൾ ആ ഒരു സ്റ്റിച്ച് ലൂസാവാതെ കിടക്കും. കണ്ടോ, ഇതേപോലെ തൊട്ട് താഴെ നിന്നും മീതേക്ക് കുത്തിയെടുക്കുക. എന്നിട്ട് ഇതേപോലെ ട്വിസ്റ്റ് ചെയ്യുക. അപ്പോൾ എത്ര ഡിസ്റ്റൻസ് വേണോ ആ ഡിസ്റ്റൻസിനനുസരിച്ച് ഒരുപാട് ഡിസ്റ്റൻസ് ഇടരുത് കേട്ടോ. അധികം അകലത്തിലല്ലാത്ത രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണേ. ഉണ്ടോ, അപ്പോൾ ആ ഒരു കെട്ടിടുന്ന നമ്മൾ ആ ലൂപ്പ് ഇട്ട് കൊടുക്കുന്ന ആ ഒരു ഭാഗത്ത് ഒരു കെട്ട് പോലെ വീഴും. ഉണ്ടോ, ഇതേപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ചില സമയങ്ങളിൽ ചെയ്യുമ്പോൾ, അതായത് ഫസ്റ്റ് ടൈം ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇതുപോലൊക്കെ ഒരു ലൂസ് വീഴും. അപ്പോൾ നിങ്ങൾ ചെയ്ത് പഠിക്കുമ്പോൾ നമ്മുടെ തള്ളവിരൽ കൊണ്ട് ഒന്ന് അമർത്തി പിടിച്ചതിന് ശേഷം കെട്ടിട്ട് വലിച്ചാൽ മതി കേട്ടോ. അതേപോലെ ഒന്ന് കണ്ടോ, ഇതേപോലെ ഒന്ന് അമർത്തി പിടിക്കുക. അതിന് ശേഷം ഒന്ന് വലിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവിടെ ഒരു കുറച്ചും കൂടി ടൈറ്റിൽ കിടക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റിച്ചാണ്. ലൂപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം, അത് നേരിട്ടിട്ട് വലത് ഭാഗത്തേക്ക് ചെയ്യാതെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട്, അതായത് നീഡിലിൻ്റെ മീതെ നിന്നും അടിയിലോട്ട് പോയിട്ട് വേണം ലൂപ്പ് ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും കേട്ടോ. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മൾ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ നമ്മുടെ അറിവിൽ ആർക്കെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ അറിവിൽ ആർക്കെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഫാഷൻ ഡിസൈനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന അതേ മെത്തേഡിൽ തന്നെയാണ് ഞാൻ പഠിക്കുന്നത്. ഞാൻ എല്ലാ വീഡിയോസിലും അത് പറയുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടെങ്കിൽ അവർക്കതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഒന്നുകൂടി ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്ത് ഇനി ഇവിടെ തന്നെ തൊട്ടടുത്തായിട്ട് തന്നെ നമുക്കൊന്ന് കെട്ടിട്ട് കൊടുക്കുക. തൊട്ടടുത്തിൽ കുറച്ച് ലെങ്ത്തിൽ കെട്ടിട്ട് കൊടുക്കണമെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കെട്ട് താഴെ ഇതുപോലെ കെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ താഴെ കണ്ടോ, സ്റ്റിച്ച് കണ്ടില്ലേ, നമ്മൾ ആ ഒരു താഴെ നിന്ന് മീതേക്ക് എടുത്ത ആ ഒരു പോയിന്റ് മാത്രമേ അവിടെ കാണുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്യാം.